എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടക്കുകയാണ്. നാളെ ഞായറാഴ്ച അവധി ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 2025 ജൂൺ 19 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനു മുമ്പ് പെൻഷൻ നൽകാനാണ് നീക്കം. അതോടൊപ്പം തന്നെ 25 ബയോമെട്രിക് മസ്റ്ററിംഗ് തുടങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. ഈ മാസം 25 മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും. 2 മാസത്തെ കാലയളവാണുള്ളത്. ഓഗസ്റ്റ് 24 മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 2024 ഡിസംബർ 31 മുമ്പ് പെൻഷൻ പാസ്സായി പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത്. നിശ്ചിത ഫീസ് അതിന് നൽകേണ്ടതുണ്ട്. പെൻഷൻ ഐഡിയോ ആധാർ കാർഡ് നമ്പറോ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ്. മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് അക്ഷയയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കുന്നതാണ്. അതിന് തദ്ദേശ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായിട്ടോ ആണ് ഈ ഒരു വിവരം കൈമാറേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാലും അവരുടെ സൗകര്യത്തിനനുസരിച്ച് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ച് തരുന്നതാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മാത്രമല്ല, വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ തദ്ദേശ സ്ഥാപനത്തിലും അല്ലാത്ത ആളുകൾ അതാത് ക്ഷേമ ബോർഡ് ഓഫീസുകളിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരിക. അപ്പോൾ 25 മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അടുത്ത പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പെൻഷൻ നടപടികൾ ആരംഭിക്കും. 19 ഇലക്ഷന് മുമ്പ് എല്ലാവർക്കും വീടുകളിലടക്കം പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. KC വേണുഗോപാലിന്റെ വിമർശനത്തെ തുടർന്ന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം ക്ഷേമ പെൻഷനാണ്. ഇത് മുതലെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമം. പെൻഷൻ നേരത്തെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം തേടിയേക്കാം. പ്രതിപക്ഷം അതിന് എതിര് പറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ നേരത്തെ ലഭിക്കും എന്നുള്ളതിൽ കൂടുതൽ സംശയങ്ങൾ വേണ്ട. പെൻഷൻ 19 മുമ്പ് തന്നെ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ 99% സാധ്യത. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.